ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്കൊരു 2025 ബുജു ചെയ്യാം. ബുജു മീൻസ് ബുള്ളറ്റ് ജേണൽ. ഞാനിവിടെ ചെയ്യാൻ വേണ്ടിയിട്ടത് കുറച്ച് കട്ടിയുള്ള ബുക്കായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് നോർമൽ ബുക്ക്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് ഞാൻ ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങിച്ചൊരു ബുക്കായിരുന്നു. 90 റുപ്പീസ് എങ്ങാണ്ടേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പേജിൽ നിന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടെടുക്കാം. ഞാനിതൊരു വിൻറ്റേജ് തീമിലാണ് കേട്ടോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ജൂട്ടിൻ്റെ ഷീറ്റ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അതിൽ നിന്നൊരു ചെറിയ പീസ് ഇങ്ങനെ ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ട് അത് സൈഡിലാക്കിയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഫ്രണ്ട് പേജ് എന്ന് പറയുമ്പോൾ 2025 ആണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ 2025 എന്നുള്ളത് ബ്ലാക്ക് ജെൽ വെച്ചിട്ട് ഒരു വൈറ്റ് പേപ്പറിലൊന്ന് ജസ്റ്റ് എഴുതിയിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. പിന്നെ ഇപ്പോൾ ഇതുപോലെ ഒട്ടിച്ചാൽ എന്തായാലും വൈറ്റ് പേപ്പറിൽ വല്ലാണ്ട് ഹൈലൈറ്റ് ഇല്ല. അപ്പോൾ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിലൊരു പാറ്റേൺ പേപ്പർ ഉണ്ടായിരുന്നു ഇതുപോലെ ഒരു ഇത് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എഴുതിയ 2025 എന്ന് ഒട്ടിച്ചിട്ട് കട്ട് ചെയ്തിട്ടെടുത്തു. അത് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഞാൻ നോക്കുമ്പോൾ കുറച്ച് ഡ്രൈ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൂന്ന് ടൈപ്പ് ഡ്രൈ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനിങ്ങനെ വെച്ച് നോക്കുകയാണ് ഏതാണ് കൂടുതൽ ഭംഗി എന്നുള്ളത്. അവസാനം ഞാൻ കുറച്ച് ഈ സംഭവം ഉണ്ടല്ലോ ഇതാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അത് ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. ഇനി അതൊന്ന് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വാഷി ടേപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാനത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇത് ക്യൂട്ടായി മാറുമോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എന്നാലും ഞാൻ അതന്നെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. താഴെയും അതിൻ്റെ ഒരു കുഞ്ഞി പീസ് ആദ്യം ഒന്ന് ഒട്ടിച്ചു. പിന്നെ അതെനിക്ക് വലിയൊരു വൃത്തി തോന്നിയില്ല. എന്തൊക്കെയോ ഫുള്ളായി കിടക്കുന്ന പോലെ തോന്നി. അപ്പോൾ ഞാനത് പറിച്ചു കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ ഒരു വിൻറ്റേജ് തീം വരുന്ന ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പറിച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജ്. നെക്സ്റ്റ് പേജിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കലണ്ടറാണ്. അപ്പോൾ ഒരു ബ്രൗൺ കളർ ക്യാരി ബാഗ് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബാഗിൽ ഒരു കുഞ്ഞു പീസ് കൈ വെച്ചിട്ട് തന്നെ കീറിയിട്ട് അതിൽ ജസ്റ്റ് കലണ്ടർ എന്ന് എഴുതുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഫുൾ മന്ത് കലണ്ടർ ഒന്ന് എഴുതിയെടുക്കണം. അപ്പോൾ കലണ്ടർ എഴുതുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, ഡേറ്റ് മാറാണ്ടിരിക്കാൻ നോക്കുക, എവിടെയെങ്കിലും നോക്കിയിട്ടൊക്കെ എഴുതുക. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് ജനുവരി ഫെബ്രുവരി അങ്ങനെ എല്ലാ മന്തൊന്നും എഴുതുകയാണ്. ഇത് ചെറിയൊരു സൈസാണ് കേട്ടോ ഇതിൻ്റെ പേജ്. അതുകൊണ്ട് തന്നെ എനിക്ക് 2 പേജിൽ കംപ്ലീറ്റ് ആയില്ല. ഒരു ഹാഫ് പേജും കൂടി വേണ്ടി വന്നു കംപ്ലീറ്റ് ആക്കാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതിയെടുത്തു. പക്ഷേ ഇത് എഴുതിയപ്പം എന്തോ ബുക്ക് ആകെ ഒരു വൃത്തികേടായ പോലെ. കാരണം അതിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് നമ്മൾ കാക്കക്കൂട്ട് കല്ലിട്ട പോലെ എന്നൊക്കെ പറയുന്ന പോലെ ഫുള്ളായിട്ടൊരിതില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് സൺഡേ മൺഡേ എന്നുള്ളതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൗൺ ബ്രഷ് പെൻ ഉപയോഗിച്ചിട്ട് അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ടും ഒരു സാറ്റിസ്ഫിക്കേഷൻ അതങ്ങോട്ട് വരുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ നമ്മളൊരു വാഷി ടേപ്പ് ഒട്ടിച്ചില്ല, അതുപോലത്തെ ഒരു ഗ്രീനും കൂടെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. സംഭവം ഇതൊരു ക്യൂട്ട് സ്റ്റിക്കറാണ്. അപ്പോൾ അതിങ്ങനെ ഞാൻ ആദ്യത്തെ 2 ഞാൻ സ്കെയിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്ത് ഒട്ടിച്ചത്. പിന്നെ ആ കൈ വെച്ചിട്ട് തന്നെ കയറി. പക്ഷേ ഇത് ചെയ്ത് വന്നപ്പോൾ എനിക്ക് തോന്നി സ്കെയിൽ അല്ല എന്താ പറയുക കത്രിക വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നീറ്റായിരുന്നു എന്ന് തോന്നി. അപ്പോൾ അതും കൂടി ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം അതിലേറെ ബോറായൊക്കെയാണോ എനിക്കറിയില്ല. എന്തായാലും എനിക്ക് ആ പേജ് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല. നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് അബൌട്ട് മീ എന്നുള്ള ഒരു പേജാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതേപോലെ ബ്രൗൺ പേപ്പറിൽ അബൌട്ട് മീ എന്ന് എഴുതിയിട്ട് അത് ഓരോരോ ലെറ്റേഴ്സും ഓരോരോ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെ ഒരു കോട്ടും ഒരു ഗേളിൻ്റെ സ്റ്റിക്കറും വേറൊരു കോഡ് സ്റ്റിക്കറും ഒട്ടിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് നമ്മളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. മേ ബി ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ അറിയാമല്ലോ. നമുക്ക് ഇപ്പോഴുള്ള അതേ അവസ്ഥയിലാണോ നമ്മൾ നിൽക്കുന്നത്, അങ്ങനെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇത് എഴുതാട്ടോ. ഞാനിപ്പോൾ അത് എഴുതിയിട്ടില്ല. നെക്സ്റ്റ് പേജിൽ ഞാൻ ഒരു പാറ്റേൺ പേപ്പർ ജസ്റ്റ് ഒന്ന് സൈഡിൽ ഒട്ടിച്ച് കൊടുത്തു. അവിടെ ഞാൻ ഗോൾസ് ആണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മുടെ ഓരോ ഗോൾസ് എഴുതാനുള്ള ഓരോ പോയിൻറ്റ്സും അവിടെ ബുള്ളറ്റ് മാർക്ക് പോലെ അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ആ ഒരു പേജ്. ഇനി അടുത്തൊരു പേജ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻറ്റ് നോട്ട്സാണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഡേയ്സ് എന്തെങ്കിലും ഉണ്ടാകും. ഇനിയിപ്പോൾ നമുക്ക് വല്ല ഇൻ്റർവ്യൂ ഉണ്ട്, എക്സാംസ് ഉണ്ട്, അല്ല റിസപ്ഷൻ, മാരേജ് അങ്ങനത്തെ പരിപാടി ഉണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഓർത്ത് വെക്കേണ്ട എന്തെങ്കിലും ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടെ എഴുതി വെക്കാം. അപ്പോൾ അതിനാണ് ഈ ഒരു ബോക്സ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വല്ലാണ്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ബോക്സ് ആക്കിയിട്ടാണ് വരക്കുന്നത്. ജസ്റ്റ് റാൻഡം ആയിട്ട് ഫ്രീ ഹാൻഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ കുറച്ച് കോളംസ് ഒന്നും പറയാൻ പറ്റില്ല. ഈ ഒരു ഷേപ്പിൽ അങ്ങനെ കുറച്ച് 12 എണ്ണം വരച്ചെടുക്കുന്നുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ അത് നെക്സ്റ്റ് പേജിലോട്ടും കൂടെ പോയപ്പം നെക്സ്റ്റ് പേജിൽ താഴത്തോട്ട് കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ സ്പെഷ്യൽ ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കൂടിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കവിടെ സ്പെഷ്യലായിട്ട് നമ്മുടെ ആരുടെയെങ്കിലും ബർത്ത്ഡേ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അങ്ങനത്തെ എന്തെങ്കിലും സ്പെഷ്യൽ ഇവൻറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതി വെക്കാം. പിന്നെ ഈ ഓരോ കോളത്തിൻ്റെ മുകളിലും ജനുവരി ഫെബ്രുവരി അതിൻ്റെയൊക്കെ ഷോർട്ടായിട്ട് അതൊന്നും എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആ ഒരു പേജും അത്രയേ ഉള്ളൂ. ഫുള്ളായിട്ട് ഇങ്ങനെ എഴുതി പോകുമ്പം എന്തോ ഒരു രസമില്ല, നോക്കുമ്പം ഒരു വൃത്തി വേണമല്ലോ. ആ ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ പേജിൽ. ഇനിയും എടുത്ത് വേണ്ടെന്ന് കരുതിയിട്ട് ഞാൻ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റൊക്കെ വന്ന ഒരു എൻവലപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊരു വിൻറ്റേജ് തീമാണ്. അപ്പോൾ അതിൽ നിന്ന് ഉൾഭാഗം വരുന്ന ഒരു പോർഷൻ കട്ട് ചെയ്തിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തു. ഒരു കോട്ട് ഞാൻ തന്നെ എഴുതിയിട്ടുള്ളൊരു കോട്ട് ഒട്ടിച്ചു. പിന്നെ അതിൻ്റെ ആ ഒരു യൂണിവേഴ്സിറ്റി ലെറ്ററിൻ്റെ ബാർകോഡും കൂടി ഒട്ടിച്ചിട്ട് ആ പേജ് ജസ്റ്റ് അങ്ങനെ ഒരു ജേർണലൊക്കെ പോലെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അടുത്ത പേജ് നമുക്കൊന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
വേണ്ടിയിട്ട് ഒരു പാറ്റേൺ പേപ്പർ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അതിൽ നിന്ന് കൈ വെച്ചിട്ടൊന്ന് കീറിയിട്ട് 2 കോർണേഴ്സിലും ഇതേ മുകളിലും താഴത്തുമായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പേജിൽ നമ്മൾ പീരീഡ് ട്രാക്കർ ആണ് കേട്ടോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ എനിക്ക് യൂസ്ഫുൾ ആവും തോന്നുന്ന കുറച്ച് ട്രാക്കേഴ്സാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഹാബിറ്റ് ട്രാക്കർ അങ്ങനത്തെ ഒന്നും മീൻസ് അല്ലെങ്കിൽ മൂഡ് ട്രാക്കർ ഒന്നും ഞാനിവിടെ ചെയ്തിട്ടില്ല. കാരണം എനിക്കത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ എനിക്ക് നല്ലതാണ് മീൻസ് എനിക്കത് യൂസ്ഫുൾ ആണെന്ന് തോന്നിയത് മാത്രമേ ഞാനിവിടെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന എല്ലാ ട്രാക്കേഴ്സും നിങ്ങൾക്ക് നിങ്ങളുടെ ബുജോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ പീരീഡ് ട്രാക്കർ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. മുകളിൽ 31 ഡേയ്സിനുള്ളതുണ്ട്, താഴത്തോട്ട് മന്തിനുള്ളതും കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് മുകളിൽ ഇതേ ഞാൻ ഈ കുഞ്ഞു കുഞ്ഞു കോളത്തിൽ 1 to 31 വരെ എഴുതുന്നുണ്ട്. അതേപോലെ താഴത്തോട്ട് ഇങ്ങോട്ട് ജനുവരി ഫെബ്രുവരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ മന്തിലും നമുക്ക് പീരീഡ്സ് ആയ ഡേറ്റ് നമുക്ക് മാർക്ക് ചെയ്യാം, എത്ര ദിവസം പീരീഡ്സ് ഉണ്ടാകുന്ന ഒക്കെ നമുക്ക് മാർക്ക് ചെയ്യാം. സോ അതൊന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പരിപാടിയാണെന്ന്. ഇനി അടുത്ത പേജിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബ് ട്രാക്കറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ യൂട്യൂബ് ട്രാക്കർ ഒന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതൊരു ബ്രൗൺ കളർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടില്ല തോന്നുന്നു. കാരണം നമ്മളിത് വീഡിയോയിൽ ചെയ്തിട്ടല്ലേ പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ യൂട്യൂബ് ട്രാക്കറിൽ കൊടുത്തിട്ടുള്ളത് മന്ത് കൊടുത്തിട്ടുണ്ട്, നമ്പർ ഓഫ് വീഡിയോസും നമ്പർ ഓഫ് ഷോർട്സും പിന്നെ സബ്സ്ക്രിപ്ഷൻ കൗണ്ടും ആണ്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ജനുവരി ഫെബ്രുവരി എന്ന് കൊടുത്തിട്ട് വീക്ക് 1 വീക്ക് 2 വീക്ക് 3 വീക്ക് 4 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പം കുറച്ചും കൂടി സ്പേസ് നമുക്ക് കുറക്കാൻ പറ്റുമെന്ന് തോന്നി. അപ്പോൾ അതിൽ ഞാൻ ഉദ്ദേശിച്ചത് വീക്ക് 1 ഞാൻ എത്ര വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എത്ര ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അവിടെ ആ ഒരു മന്ത് വന്ന് സബ്സ്ക്രിപ്ഷൻ കൗണ്ടും അതും കൂടെ എഴുതാനാണ് യൂട്യൂബ് ട്രാക്കറിൽ കൊടുത്തത്. ഈ കണ്ടന്റ് ഒക്കെ എഴുതാന്നുണ്ടെങ്കിൽ മീൻസ് ഒരുപാട് സ്ഥലങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കൊടുത്തിട്ടില്ല. അത് ഞാൻ വേറൊരു പേജ് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ മന്ത്ലി ബഡ്ജറ്റ് പ്ലാനറാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ജോബും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തെങ്കിലും ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രാക്കർ ചെയ്യാം. അപ്പം ഇവിടെ ഞാൻ ഇതേപോലെ ചെറുതായിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പ്ലസും ഒരു മൈനസും ആണ്. പ്ലസ് മീൻസ് നമുക്ക് ഇൻകം ആയിട്ട് കിട്ടുന്നതാണ്. മൈനസ് പറയുമ്പം ഔട്ട്കം അല്ലെങ്കിൽ നമ്മളെ സ്പെൻഡിങ്സ് ഒക്കെ പറ്റും. അപ്പോൾ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ജേണൽ സപ്ലൈസ് ഉണ്ടായിരുന്നല്ലോ കുറച്ച്. അതിൽ നമ്മൾ ഈ റൗണ്ടഡ് ഷേപ്പ് ഫ്ലവർ തീമിൽ വരുന്ന ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു സ്റ്റിക്കർ ഇതുപോലെ മുകളിലും ഒന്ന് അവിടെ താഴെയും ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബോക്സ് 4 കോളംസാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ നേരത്തെ പറഞ്ഞ പോലെ മന്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഡിസ്ക്രിപ്ഷൻ, നമുക്ക് ഇൻകം ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് വഴി വന്നതോ ഇൻകമാണ്, അതേപോലെ സ്പെൻഡിങ് ആണെന്നുണ്ടെങ്കിൽ ഔട്ട്കം ആണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്നുള്ള ആ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ ഇൻകമിന് പ്ലസും ഔട്ട്കം മൈനസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ മന്തിനും ജനുവരി ഫെബ്രുവരി മാർച്ച് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കുറച്ച് റോസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ആ സ്റ്റിക്കറൊന്ന് അവിടെ നിന്ന് മാറ്റാൻ നോക്കി, പക്ഷെ അത് ഒട്ടിപ്പിടിച്ചുകൊണ്ട് പേജ് കീറിപ്പോരണം. അപ്പോൾ ഞാൻ അത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോവാം. ഈ ഒരു പേജിൽ വീഡിയോ കണ്ടൻറ്റാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ടോപ്പിക്സ് ഒക്കെ നമുക്ക് ഇവിടെ എഴുതി വെക്കാം. അതിന് ഞാൻ കോളംസും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് താഴത്തോട്ട് എഴുതാമെന്നാണ് വിചാരിച്ചത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പേജിൽ ഒരു ബ്രൗൺ കളറിൽ ഇതുപോലെ കൈവച്ചിട്ട് കീറിയിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ ഞാൻ സ്ലീപ്പിംഗ് ട്രാക്കറാണ് ചെയ്യുന്നത്. ഇതും എനിക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒന്നായിരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ സ്ലീപ്പിംഗ് ട്രാക്കർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് എന്താ പറയുക എഴുന്നേൽക്കുന്നുണ്ട് മോർണിംഗ് ട്രാക്കറൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ സ്ലീപ്പിംഗ് ട്രാക്കർ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. താഴത്തോട്ട് 31 കോളംസ് ആക്കിയിട്ട്, മീൻസ് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് മന്ത്ലി ട്രാക്കർ അല്ലല്ലോ, ഇയർ ട്രാക്കറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിലും 12 മന്ത് ഇൻക്ലൂഡ് ചെയ്യാന്ന് പറയുമ്പം ഒരുപാട് സ്പേസ് പോകുന്ന കാര്യമാണ്, ഒരുപാട് വർക്ക് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിങ്ങനെ താഴത്തോട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഞാൻ 7 ഹവറാണ് ഉദ്ദേശിക്കുന്നത്, 7 അല്ലെങ്കിൽ 6. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക, അത്രയാണ്. ഇനി ഒരു ഫ്ലിപ്പ് ത്രൂ കാണാം. ഫസ്റ്റ് പേജ് ഇതുപോലെ 2025 ആണ്. നെക്സ്റ്റ് പേജ് വന്നിട്ട് നമ്മുടെ കലണ്ടറാണ്. അടുത്ത പേജ് വന്നിട്ട് എബൌട്ട് മീ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത പേജിൽ ഗോൾസ് ഉണ്ട്, അതുപോലെ ഇമ്പോർട്ടൻറ്റ് നോട്ട്സ്, അതിൻ്റെ താഴെ സ്പെഷ്യൽ ഡേയ്സ് ഉണ്ട്, പിന്നെ വെറുതെ ഒരു പേജ്. പിന്നെ വന്നിട്ട് നമ്മുടെ പീരീഡ് ട്രാക്കറാണ്. അത് കഴിഞ്ഞിട്ട് യൂട്യൂബ് ട്രാക്കർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മന്ത്ലി ബഡ്ജറ്റ് പ്ലാനർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വീഡിയോ കണ്ടെന്നുള്ള പേജും ഉണ്ട്. പിന്നെ ഒരു പേജ് ഞാൻ ഒഴിഞ്ഞു വിട്ടത് ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് സ്ലീപ്പിംഗ് ട്രാക്കറുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.